ഇന്നും രാവിലെ വന്നു ഞാൻ തിരുസന്നിധി തന്നിൽ നായക. എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്ന വൻ പരിപാലകൻ. എന്നും നീ തന്നെ എന്നെ കാവൽ ചെയ്യുന്ന വൻ പരിപാലകൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയ ശ്രോതാക്കളെയും മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 252 എപ്പിസോഡാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. 35 അധ്യായത്തിലേക്ക് വളരെ പ്രാർത്ഥനയോടെ നാം പ്രവേശിക്കുകയാണ്. 35 അധ്യായത്തിൻ്റെ പൊതുവായ ഒരു പ്രത്യേകത പറഞ്ഞ് മുൻപിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. 35 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്നു പാർക്കുക എന്ന ദൈവിക കൽപ്പനയോട് ആരംഭിക്കുന്നെങ്കിൽ അവസാനിക്കുന്നത് ഒരു അടക്കത്തോടുകൂടെയാണ്. ഈ ഭാഗം ചിന്തിച്ചാൽ ആത്മീയമായ നിരവധി വസ്തുതകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. ഈ 35 അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കാം. അതിൻ്റെ വിശദീകരണങ്ങൾ പിന്നീട് നമുക്ക് ലഭിക്കുന്നതാണ്. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്കുക. ഇവിടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃത്യമായ നിർദ്ദേശം യാക്കോബിന് നൽകപ്പെടുകയാണ്. ഒരു ദൈവത്തിൻ്റെ പൈതൽ മുന്നോട്ട് പോകേണ്ടുന്ന വഴി സ്വർഗത്തിലെ ദൈവം തന്നെ കാണിച്ചു തരും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എങ്ങനെയായി തീരും എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം മതി. ദൈവശബ്ദത്തിന് കാതോർത്താൽ മാത്രം മതി. ദൈവം നിശ്ചയമായിട്ടും അതിൻ്റേതായ സമയത്ത് നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. വിശുദ്ധ തിരുവചനം പഠിച്ചു നോക്കിയാൽ ദൈവഭക്തന്മാരായവരെയെല്ലാം സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ആലോചനയാൽ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ ഇതാ യാക്കോബിനോട് ബന്ധപ്പെട്ടും ആമുഖമെന്ന നിലയിൽ ഞാൻ പറയട്ടെ, ദൈവം തൻ്റെ ദാസനെ ബേഥേലിലേക്ക് നയിക്കുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. യാക്കോബിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാണ് എന്നതിന് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആലോചനകൾക്കൊപ്പം തന്നെ 35 അധ്യായത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹൃദയഭേദകമായ 3 മരണങ്ങൾ, വേർപാടുകൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നു. ഒന്നാമത്തത് 8-ാം വാക്യത്തിലാണ്. റിബേക്കയുടെ ധാത്രിയായ ദെബോര മരിച്ചു. അവളെ ബഥേലിന് താഴെ ഒരു കരുവേലകത്തിന് കീഴിൽ അടക്കി. അതിന് അല്ലോൻ ബാഖൂത്ത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു. ഇവിടെ ഇതാ റിബേക്കയുടെ ധാത്രിയുടെ മരണം. തുടർന്ന് നാം മുന്നോട്ട് വരുമ്പോൾ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ റിബേക്ക മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവൻ്റെ അപ്പനോ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. 19-ാം വാക്യം: റാഹേൽ മരിച്ചിട്ട് അവളെ ബെത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ഇവിടെ നമുക്ക് റാഹേൽ മരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. നോക്കുക, യാക്കോബിൻ്റെ ജീവിതത്തിൽ ഏറെ ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ് റാഹേലിൻ്റെ മരണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരു മകന് ജന്മം നൽകിക്കൊണ്ട് അവൾ മരിക്കുകയാണ്. ആ മകന് അവൾ പേരിട്ടത് ബെനോനി എന്നാണ്. എന്നാൽ അപ്പനായ യാക്കോബ് അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. തുടർന്ന് മുൻപിലേക്ക് വരുമ്പോൾ 29-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇസഹാക്ക് വയോധികനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ചു, തൻ്റെ ജനത്തോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു. ഇവിടെ ഇതാ
അപ്പനായ ഇസഹാക്കിൻ്റെ മരണം യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ദുഃഖകരമായ 3 മരണങ്ങൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ചരിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഒരു വസ്തുത പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ മരണങ്ങളെല്ലാം യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മരിക്കുമ്പോൾ നാം തളർന്നു പോകുന്നതും കരയുന്നതുമൊന്നും പാപമല്ല. നമ്മുടെ കർത്താവും കണ്ണുനീർ വാർത്തവനാണ്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവ് കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ജാതികളെപ്പോലെ പ്രത്യാശയില്ലാത്തവരായി തീരുന്നതാണ് ദൈവത്തിന് നമ്മെക്കുറിച്ച് ആഗ്രഹമില്ലാത്തതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതങ്ങളിൽ ദുഃഖങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ വിഷമങ്ങളിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം, നമ്മോട് കൂടെ വരുന്നൊരു ദൈവം, നമ്മുടെ സങ്കട കണ്ണീരറിയുന്നൊരു ദൈവം, നമ്മുടെ വിലാപങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗങ്ങളിൽ നാം സങ്കടപ്പെടുന്നത് കർത്താവ് നന്നായിട്ട് അറിയുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് തിരുവചനം വ്യക്തമാക്കി തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ 3 മരണങ്ങളോടെ തൻ്റെ ജീവിതം അവസാനിച്ചില്ല. മറിച്ച് പിന്നെയും ആ ജീവിതം മുന്നോട്ട് പോകുന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. എന്നെ സ്തുതിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എൻ്റെ മാതാപിതാക്കന്മാരോട് വിനയത്തോടും താഴ്മയോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും പറയട്ടെ, അങ്ങയുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു ദുഃഖത്തിലൂടെയാണ് അങ്ങ് പോകുന്നതെങ്കിൽ കർത്താവ് അങ്ങയെ കൈവിടുകയില്ല. സഹോദരി, ദൈവം അങ്ങയെ കൈവിടുകയില്ല. എൻ്റെ പ്രിയ സഹോദര, ദൈവം അങ്ങയുടെ ദുഃഖം അറിയുന്നുണ്ട്. അങ്ങയെ നിരാശനായി തീരുവാൻ ദൈവം അനുവദിക്കുകയില്ല. സ്വർഗത്തിലെ ദൈവം അങ്ങയ്ക്ക് നാളെയുടെ ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള കൃപ തരുന്ന ദൈവമാണ്. ദൈവം അങ്ങയുടെ ദുഃഖം അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങയെ സ്നേഹിക്കുന്ന ദൈവമാണ്. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങയുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ട് വചനത്തിൻ്റെ ആശ്വാസവുമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങയോടൊപ്പമുണ്ട്. ദൈവകൃപയിൽ ഒത്തിരി ആശ്വസിപ്പാനായിട്ട് കർത്താവിൽ തന്നെ ചാരുക. അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാക്ഷികളുടെ വലിയ സമൂഹമായ ദൈവത്തിൻ്റെ ജനം അങ്ങയോടൊപ്പമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിൻ്റെ വഴി നടത്തലോട് ആരംഭിച്ച ഈ അധ്യായം 3 വിയോഗങ്ങളോടുകൂടി അവസാനിക്കുമ്പോൾ തൻ്റെ ദാസനായ യാക്കോബിനെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സങ്കടത്തിൽ, ദുഃഖത്തിൽ, മരണത്തിൻ്റെ കയങ്ങളിൽ നാം ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും അനാഥനായിട്ട് വിടത്തില്ല എന്ന് പറഞ്ഞ കർത്താവ് തീർച്ചയായിട്ടും ഇന്ന് അങ്ങയോടൊപ്പമുണ്ട് എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വ്യത്യസ്തമായ നിലയിൽ ഇന്ന് ഞങ്ങളോട് അങ്ങ് ഇടപെടുന്നതിനാൽ സ്തോത്രം. ഹൃദയം തകർന്നിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത കഠിനമായ വേദനകളിലൂടെ, ഹൃദയത്തിൻ്റെ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ ആശ്വാസം അനുഭവിപ്പാൻ, വചനത്തിൻ്റെ സ്വാന്തനം അനുഭവിപ്പാൻ ഒത്തിരി കൃപ നൽകണമേ. വഴി നടത്തണേ കർത്താവേ. അങ്ങ് ഞങ്ങളെ അനാഥരായിട്ട് വിടാത്ത കർത്താവാണ്. ആ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.